പാനൽ ക്ലീനിങ്ങിന് ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സേഫ്റ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സേഫ്റ്റി ഫസ്റ്റായിട്ട് ഏറ്റവും പ്രൈമറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നേരെ വന്നിട്ട് ഇതാണ് നമ്മുടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന മീറ്റർ. ഓക്കെ, ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നേരെ വന്ന് ഈ ഐസൊലേറ്റർ എല്ലാ സോളാർ DBയിലും ഉണ്ടാവും, ഇങ്ങനത്തെ ഒരു ഐസൊലേറ്റർ ഉണ്ടാവും. ഈ ഐസൊലേറ്റർ നമ്മൾ നേരെ എന്ത് ചെയ്യുക, ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തോടുകൂടി എനർജി മീറ്റർ ഓഫാണ്. എന്നിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യുക, ഈ ബോക്സ് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഈ കീ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സൂക്ഷിക്കുക. അതായത് നമ്മുടെ കയ്യിലോ പേഴ്സണൽ പോക്കറ്റിലോ എവിടെയെങ്കിലും നമ്മൾ പോവാത്ത സ്ഥലത്ത് നമ്മൾ സൂക്ഷിക്കുക. ഓക്കെ, അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതോട് കൂടിയിട്ട് നമ്മൾ എന്താ മറ്റുള്ളവർ വന്നത് ഓപ്പൺ ചെയ്യണതോ ഓഫ് ചെയ്യണതോ ആയിട്ടുള്ള അങ്ങനെയുള്ള സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് പോയി കിട്ടും. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ DC സൈഡാണ്. അതായത് പാനലിൽ നിന്നും പവർ ഇന്നാലും ഇങ്ങോട്ട് വരും. ഇവിടെ ഗ്രിഡ് ഓഫ് ആയിട്ടുള്ളൂ, പക്ഷെ പാനലിൽ പവർ വരും. അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഇവിടെ അടിയിൽ DC സ്വിച്ച് ഉണ്ടാവും. ഈ DC സ്വിച്ച് എല്ലാ ഇൻവേർട്ടേഴ്സിനും അത് ചിലപ്പോൾ ഉണ്ടായിക്കോണമെന്നില്ല. ഉള്ള ഇൻവേർട്ടേഴ്സ് ആണെങ്കിൽ DC സ്വിച്ച് ഓഫ് ചെയ്യുക. ഇനി DC സ്വിച്ച് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, നമ്മൾ DC DB ഇതിന് അപ്പിൽ വരുന്ന DC DB ബോക്സ് അത് തുറന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിലെ MCBകൾ ട്രിപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, നേരെ മുകളിൽ പോവാം, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ക്ലീൻ ചെയ്ത് ഉഷാറായിട്ട് പോവാം. അതുപോലെ തന്നെ മറക്കരുത്, തിരിച്ചു വന്നു കഴിഞ്ഞാലും നേരെ വരിക, ഫസ്റ്റ് DC ഓൺ ചെയ്യാം. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ DC പവറാണ് ഓൺ ചെയ്യേണ്ടത്. DC പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഈ കീ എടുത്ത് ഓപ്പൺ ആക്കി നമ്മൾ ഈ പറഞ്ഞ MCB ഓൺ ചെയ്യുക, ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞാലും നമ്മൾ മെഷീനിലൊന്ന് വെയിറ്റ് ചെയ്യണം. മെഷീനിലൊരു 90 സെക്കൻഡ് അല്ലെങ്കിൽ 113 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റീബൂട്ട് ആവും. ഓക്കെ, എന്നിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബ്ലിങ്ക് ചെയ്യും. ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം ഫുള്ള് റീ ഓപ്പൺ ആയിട്ടുണ്ട്, നമുക്ക് പോവാം. ഓക്കെ.